24 ബിഗ് ഇമ്പാക്റ്റ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയെന്നുള്ളതാണ്. 1.5 ദിവസമായി ഉൾക്കാട്ടിലായിരുന്നു ഈ ആന. ഈ കാട്ടാനയുടെ വിവരവും ദൃശ്യങ്ങളും 24 വനം വകുപ്പിന് കൈമാറിയതോടെയാണ് ഈ ദൗത്യം സാധ്യമായത്. ആനയുടെ മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്തതിനു ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് മോചിപ്പിച്ചു. ആനയ്ക്ക് തുടർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 12-നാണ് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന്റെ ക്യാമറ കണ്ണിൽ പതിയുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആനയുടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘത്തെ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഈ മുറിവേറ്റ കാട്ടാന കാട്ടിലാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ആന നാട്ടിൽ തന്നെ ഉണ്ടെന്ന നിർണായക ദൃശ്യങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 2 ദിവസമായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഈ ആന ഉണ്ടായിരുന്നില്ല. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി ബുധനാഴ്ചയാണ് ദൗത്യം ആരംഭിച്ചത്. എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ ഉച്ചയോടെ കാട്ടാന ഉൾവനത്തിലേക്ക് വലിഞ്ഞു. 1.5 ദിവസമായി വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6:30-ന് ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24-ന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞു. 6:50-ന് മുറിവേറ്റ ആന തന്നെയാണിതെന്ന് 24 സംഘം സ്ഥിരീകരിച്ചു. പിന്നാലെ വിവരം വനം വകുപ്പിന് കൈമാറി. 2 കാട്ടാനകൾ ആ കാട്ടാനയെ അനുഗമിക്കുന്നുണ്ട്. നമ്മുടെ പരിക്കേറ്റ കാട്ടാനയെ അനുഗമിക്കുന്നുണ്ട്. 4 ആനകളൊപ്പമുണ്ട് എന്ന് കരുതുന്നു. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14-ൽ നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലേക്ക് എത്തി. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2-ാം ബ്ലോക്കിൽ വെച്ച മയക്കുവെടി വച്ചു. രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വച്ചു ബന്ധിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി. നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആൻറ്റിബയോട്ടിക് കവർ ചെയ്ത് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഒരു ട്രൈപോഡ് വെച്ചിട്ട് നമ്മൾ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഹൈലി റിസ്കി. ആനകൾ ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മസ്തകത്തിലേതെന്ന് അരുൺ സക്രിയ. മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുമായിരുന്നു. മസ്തകത്തിന് മുകളിലാണ് വൂണ്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ എയർസെൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന DFO R ലക്ഷ്മി. എന്തായാലും ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിടക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി. നമുക്കതുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി. എല്ലാവിധ സഹകരണങ്ങളും തന്നതിന് നന്ദി. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. നാടിന്റെ നീതി നടപ്പായി. മസ്തകത്തിൽ മുറിവേറ്റ് വേദനയുമായെത്തിയ കാട്ടുകൊമ്പന് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകി. അധികം വൈകാതെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് ആന മടങ്ങിയെത്തുമെന്നതാണ് പ്രതീക്ഷ. അതിരപ്പള്ളിയിൽ നിന്നും സൂരജ് സജി, 24.